എവിടെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഇക്കാണെങ്കിൽ എല്ലാ ആഴ്ചയും വരുന്ന പോലെ തന്നെ ഈ ആഴ്ചയും സംഭവം വന്നിട്ടുണ്ട്. ഉണക്കമീൻ വിൽപ്പനയ്ക്ക് വേണ്ടിയാണ്. എല്ലാ ആഴ്ചയും വരാറുണ്ട്. നമ്മൾ രണ്ടാഴ്ചയിൽ ഇടവിട്ടൊക്കെ മേടിക്കാറുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമാണ്. എന്തൊക്കെ ഉണ്ട് ഇത്തവണ? എന്താണ് മീനുകളൊക്കെ വന്നു തുടങ്ങിയോ? വാളയുണ്ട്, അയലുണ്ട്, മുരളുണ്ട്, മത്തിയുണ്ട്. ഓക്കെ, നമ്മുടെ ഫിഷ് ഓക്കെ എല്ലാം നമ്മൾ ഓരോന്നായിട്ട് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. നമ്മുടെ ഈ ഒരു പൂന്തറ പുത്തമ്പള്ളിയിൽ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലെ വില എപ്പോഴും ഓക്കെ വില കൂടിയും കുറഞ്ഞൊക്കെ ഒരു കണക്കനുസരിച്ചാണ് പോകുന്നത്. വില ഇതിൽ പ്രത്യേകിച്ച് പറയാൻ പറ്റൂല. ഓക്കെ, ഇന്ന് ശനിയാഴ്ച ഇന്ന് തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ച ഏതൊക്കെ ദിവസമാണ്? പൂന്തറ, തിരുവല്ലം, പരശുരാമ ക്ഷേത്രത്തിന്റെ പിറകുവശം, ആ ഭാഗങ്ങളാണ്. തിരുവല്ലം, പാച്ചല്ലൂരൊക്കെ ഭാഗങ്ങളാണ് ഇന്നത്തെ ദിവസം. ഓക്കെ, അടുത്ത ആഴ്ച മുതൽ ഇപ്പോൾ ഫിഷ് ട്രോളിംഗ് ഒക്കെ തീരുകയല്ലേ? അപ്പോഴേക്കും മീനുകൾ കുറച്ച് കൂടുതൽ വലിയ സൈസ് മീനൊക്കെ വരുമായിരിക്കും. മീനുകൾ ചോദിച്ച് വില കുറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് എന്തൊക്കെ മീനുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കിയാലോ? വാളയുണ്ട്. വാള എങ്ങനെയാണ് റേറ്റ് ഒക്കെ എങ്ങനെ വരും? 3 വാള 100 രൂപ. 3 വാള വലിയ സൈസ് ഇതാണ്ടോ? വലിയ സൈസ് 3 വാള വന്നിട്ട് 100 രൂപയാണ്. വലിയ സൈസ് 3 വാള വന്നിട്ട് 100 രൂപയാണ് വരുന്നത്. സംഭവം അടിപൊളി. വലിയ സൈസ് മാത്രമേ ഉള്ളൂ, ചെറിയ സൈസ് ഒന്നുമില്ല, ഒരു സൈസ് മാത്രമേ ഉള്ളൂ. ഇത് എവിടുത്തെ വാളയാണ്? പുതിയ തുറയുന്നു. ഇത് എപ്പം പോയി മേടിക്കണത്? ഇന്നലെ വൈകിട്ട് പോയി മേടിച്ചിട്ട് വന്നേ. വൈകിട്ടാണോ മേടിച്ചാ? വൈകിട്ട് പോയി. ആരെങ്കിലും ടൈപ്പ് എല്ലാം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, അവിടെ പോയി മേടിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഓക്കെ അതിന് ശേഷം അടുത്തത് മുരളല്ലേ? ഓക്കെ, മുരൾ കരുവാട്. ഇത് എത്രയാണ് റേറ്റ്? നമ്മൾ ഓരോന്നായിട്ട് നോക്കി പോയിക്കാം. 100 രൂപയ്ക്ക് 12 എണ്ണം കിട്ടും. 100 രൂപയ്ക്ക് മുരൾ കരുവാട് 12 എണ്ണം കിട്ടും. ഇതൊരു 16 എണ്ണം കിട്ടും. ഇത് കീറാത്ത മുരളാണ്. കീറാത്ത മുരൾ, കീറിയ മുരളും കീറാത്ത മുരളും. ഇത് എത്ര എണ്ണം കിട്ടും? അതൊരു 16 എണ്ണം കിട്ടും 100 രൂപയ്ക്ക്. 16 എണ്ണം 100 രൂപയ്ക്ക് കിട്ടും മുരൾ കരുവാട്. അതിനുശേഷം ഇതിന്റെ അടിയിലൊരു സാധനം കിടപ്പുണ്ടല്ലോ, കിളിമീൻ. ഇതാണ് കിളിമീൻ. കിളിമീൻ എന്ന് പറഞ്ഞാൽ ഈ നവരയാണോ? നവരല്ല, കിളിമീൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് ഇവിടെ ചിലർ കഴിക്കില്ല, ചില ആൾക്കാർ കഴിക്കുന്നവരുണ്ട്. ഓക്കെ, കിളിമീൻ എങ്ങനെയാണ് റേറ്റ് ഒക്കെ വരുന്നത്? നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇത് എത്ര വരും? അത് 100 രൂപയ്ക്ക് 15 എണ്ണം കിട്ടും. 100 രൂപയ്ക്ക് 15 പീസ് കിളിമീൻ കിട്ടും. അതിനുശേഷം ക്ലാത്തി ഇരിക്കണം അതിന്റെ അടിയിൽ. ക്ലാത്തിയല്ല, ഇത് അതും കിളിമീൻ തന്നെ? അല്ല, അത് കലവക്കരുവാട്. അത് 2 തന്നെ ഉള്ളൂ. അത് 2-3 ഉള്ളൂ. കലവ കരുവാട്. ഞാൻ ആദ്യം വിചാരിച്ചത് ക്ലാത്തി ആയിരിക്കുമെന്ന്. കലവയാണ്, കലവ. അയില ഉണ്ട് നല്ല. ഓക്കെ, നല്ല പിടക്കണ അയില ഉണക്കി പൊരിച്ചത്, ഉണക്കി എടുത്തത്. ഓക്കെ, ഇതെങ്ങനെ ഒരു റേറ്റ്? 3 100 രൂപ. നമ്മൾ ലേലം വിളിക്ക് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ട അയിലയ്ക്ക് തന്നെ 7000 8000 ഒക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് അയില മീൻ എന്ന് പറയുന്നത് ഇപ്പോൾ സ്വർണ്ണമാണ് അല്ലേ? അയില വാളല്ല, ഇപ്പൊ വില കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്ത ബാക്കിയൊക്കെ കൊഞ്ചുപൊടിയുണ്ട്. ഇത് വലിയ സൈസ് കൊഞ്ച്. അതൊക്കെ എങ്ങനെയാണ് റേറ്റ്? 100 രൂപയാണ്. ഇത് എത്ര? ഇത് 100 രൂപ. ഇത് പുനലൂർ മാർക്കറ്റിൽ കൊണ്ടുവരുന്നതാണ്. 100 ഗ്രാം. തിരുവനന്തപുരത്ത് ഇല്ല, പുനലൂർ മാർക്കറ്റിൽ ആരെങ്കിലും കൊണ്ടുവരും? എങ്ങനെയാണ്? പോയി എടുക്കുകയാണ്. ഓക്കെ, ഇനി അതിന് ശേഷം ഇത് 100 50 രൂപ. ചെറിയ കൊഞ്ച് 100 ഗ്രാം 50 രൂപ. 150 രൂപ. നൊത്തോല് 100 ഗ്രാം 50 രൂപ. ഇത് വീട്ടിൽ ഏതെങ്കിലും വീട്ടിൽ ഉണക്കാറുണ്ടോ? എല്ലാം വീട്ടിൽ ഉണക്കി വരുന്നതാണ്. അല്ല, അതല്ല, ഇക്ക വന്നിട്ട് വീട്ടിൽ മേടിച്ചിട്ട് എല്ലാം നമുക്ക് കടപ്പുറത്തുനിന്നെല്ലാം ഉണക്കി തരുന്നതന്നെയാണ്. ഓക്കെ. നമുക്ക് ഈ ഒരു ഇക്കയുടെ കോൺടാക്ട് നമ്പർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8891951785. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഏതൊക്കെ റൂട്ടിൽ ഏതൊക്കെ ദിവസങ്ങളാണ് പോകുന്നത്? നാടൻ പുളി. അല്ല, പുളിയുണ്ട്. പുളി അല്ല, നാടൻ പുളിയാണ് നമ്മളുള്ളത്. സൂപ്പർ പുളിയാണ്. പിന്നെ അതുപോലെ മരിച്ചിനി മാവുണ്ട്. ഇത് എങ്ങനെയാ റേറ്റ് പറഞ്ഞില്ല? അത് 80 രൂപയാണ് അര കിലോ. ഇത് അര കിലോയുടെ ആണല്ലേ? അര കിലോ പാക്കറ്റ് ആണ്. 1 കിലോ പാക്കറ്റ് 80. ഇത് എന്തിന്റെ മാവാണ്? മരിച്ചിനി മാവ് പൊടിച്ചെടുത്തതാണ്. അത് അര കിലോ 100 രൂപയാണ്. ഇത് അര കിലോ മരിച്ചിനി പുട്ട്. നമുക്ക് മരിച്ചിനി പുട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഉണക്കിയ മരിച്ചിനി നമ്മുടെ കൈക്കാരുടെ കയ്യിലുണ്ട്, മരിച്ചിനി മാവ് ഉണ്ടാക്കാൻ വേണ്ടി. ഓക്കെ, മരിച്ചിനി പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മാവ്. ഇത് അര കിലോ എത്ര രൂപയായിരുന്നു? അര കിലോ 100 രൂപ. അര കിലോ വന്നിട്ട് 100 രൂപയാണ്. മാവായിട്ട് നമുക്ക് മേടിക്കാം, അല്ലാതെ നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. മരിച്ചിനി എങ്ങനെ റേറ്റ് വരും? മരിച്ചിനി 40 രൂപ. സാധാ മരിച്ചിനി, ഈ മരിച്ചിനി അല്ലേ? സാധാ മരിച്ചിനി വന്നിട്ട് കിലോ 40 രൂപ. ഇത് നാടൻ മരിച്ചിനിയാണോ? ഇത് എവിടെ നിന്നാണ് മേടിക്കുന്നത്? ട്രിവാൻഡ്രത്ത്
കാർഷിക കോളേജ് എല്ലാ പ്രാവശ്യം കാർഷിക കോളേജിൽ നിന്നാണോ മേടിക്കുന്നത്? അല്ല, പലയിടത്തുനിന്ന് വാങ്ങും. പലയിടത്തുനിന്ന് മേടിക്കാറുണ്ട്. മാത്രമല്ല, പലയിടത്തുനിന്ന് എടുക്കും. ഓക്കെ, നമുക്ക് ഈ മരിച്ചിന് മാവ് മേടിക്കാൻ ഇല്ലാത്തവർക്ക് നമ്മൾ ഉണക്കി എന്തൊക്കെ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതുണ്ടാവും. ഡ്രയറിലാണ് ഉണക്കുന്നത്. അതെവിടെ സാധനം ഇവിടെ കാണിച്ചില്ലല്ലോ. ഡ്രയർ അത് മിഷൻ വീട്ടിലാണ് വലിയ. ഓക്കെ, അതല്ല അതിന്റെ ഒരു പീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കിയ മരിച്ചിനി. ഓക്കെ, ഉണക്കിയ മരിച്ചിനി കാണിക്കാം. അതും ഇതുപോലെ സെയിം റേറ്റ് തന്നെയാണോ? പൊടിച്ചതും പൊടിക്കാത്തതും? ആഹാ, സൂപ്പർ സാധനം. ഇതാ ഉണ്ടോ? ഇതെങ്ങനെ വരും റേറ്റ്? ഇതും അര കിലോ 100 രൂപ, കിലോ 200 രൂപ. അര കിലോ 100 രൂപയാണ്, കിലോ 200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. കണ്ടോ സംഭവം? കണ്ടോ, അടിപൊളി. എൻ്റെ ഉമ്മയാണ് ഇത് സംഭവം ഇതുപോലെ കിടിലായിട്ടൊക്കെ പുട്ടുണ്ട്. ഇതെങ്ങനെ സംഭവം പുട്ടുണ്ടാക്കണം? ബാക്കിയുള്ളവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇതെങ്ങനെയാണ് അറിയാം നമുക്ക്. അല്ല, അറിഞ്ഞൂടാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവല്ലോ. അതിൻ്റെ ഒരു പരുവം ഉണ്ടല്ലോ. പരുവം എന്ന് പറയുമ്പോഴത്തേക്ക് ഗോതമ്പിനെ പൊട്ട് നനയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റായിട്ട് നനച്ച് ഇത് ഉപയോഗിക്കാവും. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടായിട്ട് പോകും. ചൂടോടെ തന്നെ കഴിക്കാൻ. തേങ്ങ ഇട്ട് പഴയ മെത്തേഡ് അങ്ങനെ തന്നെ. പഴയ മെത്തേഡ് തന്നെ. ബാക്കിയെല്ലാം പുട്ടുണ്ടാക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. അല്ല, ഇതിന് ഇത് വ്യത്യാസമാണത്. വെള്ളം കുറച്ചേ ഉപയോഗിക്കാവും. ഓക്കെ, നമ്മൾ ട്രിവാൻഡ്രത്ത് ഏതൊക്കെ ദിവസങ്ങളിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഈ വീടുകളിലോ ഈ റോഡ് സൈഡിലോട്ടൊക്കെയാണ് ഈ ചെറിയ റോഡുകളിലൂടെ 1.5 മണി വരെ റൂട്ട് ഇങ്ങനെ കാണാം. പിന്നെ അതിനുശേഷം വീട്ടിൽ തന്നെ കാണും. ഓക്കെ, അതിനുശേഷം വേറെ വല്ല ബിസിനസ് എല്ലാം ഉണ്ടോ? മീനിന്റെ ഹോൾസെയിൽ ഡീലിങ് അങ്ങനെ എന്തെങ്കിലും? അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നാളെ എവിടെയാണ്? നാളെ ചൊവ്വാഴ്ച മുട്ടത്തറ ആ റൂട്ടൊക്കെയാണ്. ഓക്കെ, ബുധനാഴ്ച അതുപോലെ തന്നെ അങ്ങോട്ടൊക്കെ ആറ്റക്കാൽ ചെറമുക്ക്. ഓക്കെ, വ്യാഴം അങ്ങോട്ട് തന്നെയാണ്. വെള്ളിയാഴ്ച ലീവ്. ശനി ഞായറാഴ്ചയും ലീവ്. ശനി ഞായർ ലീവ്. ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. ഓക്കെ, അപ്പോ ഇക്കാടെ ഇതാണ് സംഭവം. ഇക്കാടെ പേരൊന്നും പറഞ്ഞില്ല. ജലാലുദ്ദീൻ. ഫോൺ നമ്പർ, മരിച്ചിനി പുട്ടൊക്കെ വാങ്ങിക്കുന്നവർക്ക് നമുക്ക് ഇക്കാടെ ഫോൺ നമ്പർ ഇതാ ഇവിടെ ഉണ്ട്. ഫോൺ നമ്പർ ഇതാ നമ്മൾ ഇതിൽ നോക്കി കാണിക്കാം. ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളണം. അപ്പോൾ ഓക്കെ, നമ്മൾ ഇക്കായ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമ്മൾ ഓക്കെ, ഉണക്കമീൻ വണ്ടി 8891951785. ഓക്കെ, അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ സംഭവം പോവുകയാണ്. ഓക്കെ.